ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൃഷി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേറെ വ്യത്യസ്തപരമായിട്ടൊരു വീഡിയോ കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ അതിരുട്ടന് 6 മന്ത് കംപ്ലീറ്റ് ആയതോടെ നമ്മൾ സോളിഡ് ഫുഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ അതുകൊണ്ട് തന്നെ ഏറെ വ്യത്യസ്തമായിട്ട് നമ്മളിതേ ഒരു ഹോം മെയ്ഡ് സെർലാക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇതേ എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ഏതൊരമ്മയായാലും ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കൾക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റാവുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സെർലാക്കിൽ ഇതേ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ബദാം, അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, മക്കാന, വെളുത്തവിൽ എല്ലാം തുല്യ അളവിലാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ദേ ഒരു ഗ്യാസ് ഓണാക്കി നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക വേണ്ടത്. ഞാനിവിടെ ദേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തത്. അതാകുമ്പോൾ നമുക്ക് അത്ര നല്ല കംഫർട്ടാണ്. മറ്റേ കരിയോ എന്നുള്ള പേടി വേണ്ട. കുറഞ്ഞ ഫ്ലെയിമിലാട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷത്തെ നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് തന്നെ അണ്ടിപ്പരിപ്പാട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇതേ എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കണം. അത് നല്ല ക്രിസ്പി ആവുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിലാവണമെന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയൊരു ചെറിയ അബദ്ധം എന്ന് വെച്ചാൽ അത് നടു പൊട്ടിച്ചിട്ട് ഇട്ടാൽ അത്രയും നല്ലതായിരുന്നു കേട്ടോ. ഞാൻ വേഗം എന്തോ ചടപ്പടിയാക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് ഇട്ടപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് നടു പൊട്ടിച്ചിട്ട് ഇട്ടാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത് നടു കയറി ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആവണമെങ്കിൽ നടു പൊട്ടിച്ചിട്ടതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം സമയം കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് ഇതേ പൊട്ടുകടല കേട്ടോ. പൊട്ടുകടല അതിനെ കുറച്ച് ഇത് റോസ്റ്റഡ് അല്ലാത്തതാണ്. അപ്പോൾ അതും നന്നായിട്ട് ചൂടാവണം. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതായത് തീ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറഞ്ഞ തീയിൽ തന്നെ നമ്മളത് വറുത്തെടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അത് ഒരുവിധമാകുമ്പോൾ നമ്മൾ വേറെ പാനിലേക്ക് മാറ്റുക. ഇനി അടുത്തതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെള്ള അവില കേട്ടോ. അപ്പോൾ അത് നല്ല കുറഞ്ഞ തീയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ല ചൂടായി കിട്ടിയാൽ മതി. ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി, കാരണം തീരെ കട്ടിയില്ലാത്ത സംഭവമാണ്. ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുമ്പോഴേക്കും അത് റോസ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളിത് കൈ കൊണ്ടൊന്ന് പൊടിക്കുമ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അടുത്തതായിട്ട് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബദാമാണ്. അപ്പോൾ ബദാം ഞാനത് നടുവൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നേരത്തെ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചിടാൻ മറന്നതും ഇപ്പോൾ ബദാം ഒന്ന് വേഗം റോസ്റ്റ് ആവാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നടുവൊന്ന് പൊട്ടിച്ചിട്ടത് കേട്ടോ. അതാകുമ്പോൾ നല്ല ധൈര്യമായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. എനിക്ക് ഞാൻ ഇതിന് മുന്നേ സെർലാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ബദാമല്ല അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാനത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് അതായത് അരഞ്ഞു പോയത്. പൊടിച്ചതായിരുന്നു, അത് നന്നായിട്ട് പേസ്റ്റ് പോലെയായി. അപ്പോൾ അത് അധികം തണുക്കാൻ പാടില്ല. നമ്മൾ ആ ചെറിയൊരു ചൂടോട് കൂടി തന്നെ അത് പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം പറയുന്നത്. അപ്പം ബദാമായാലും അണ്ടിപ്പരിപ്പായാലൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആവണം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ബദാം ആയതിന് ശേഷം അടുത്തതായിട്ട് ഇട്ടത് മക്കാന കേട്ടോ. മക്കാന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താമരമൊട്ട്, താമരേൻ്റെ കുരുവാണ്, മൊട്ടല്ല താമരേൻ്റെ കുരുവാണ്. ഇത് പറഞ്ഞാൽ അത്രയും വിറ്റാമിൻ അടങ്ങിയ സാധനം കേട്ടോ. ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ കൃഷ്മോൾ ഇത് വെറുതെ വന്ന് കഴിക്കുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാനുള്ളൊരു ടേസ്റ്റൊന്നുമല്ല, അങ്ങനെ ഒരു സാധനം. പക്ഷെ അതിന് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എന്ന് വെച്ചാൽ അത്രയും നല്ല
ഒരു എന്താ പറയുക വിറ്റാമിനുള്ള സംഭവമാട്ടോ. അപ്പോൾ അത് മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ ഏറെ നല്ലതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മക്കൾക്ക് ഈ സെർലാക്ക് മിക്സഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് സെപ്പറേറ്റ് ആദ്യം മക്കൾക്ക് കൊടുത്തു നോക്കണം കേട്ടോ. കാരണം അവർക്ക് ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഏതിനാണ് ഫുഡ് അലർജി ഉള്ളതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ചെറിയ തോതിൽ അവർക്ക് ആദ്യം ഇത് കൊടുത്തു തുടങ്ങിയതിന് ശേഷം മാത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി. ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോഴേക്കും അത് റോസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് പൊട്ടുന്നുണ്ടെങ്കിൽ റോസ്റ്റ് ആയി എന്നാട്ടോ അർത്ഥം. ഇപ്പോൾ ഇതേ ഓൾമോസ്റ്റ് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഫൈനലി ഞാനെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ അണ്ടിപ്പരിപ്പ് മാത്രം ഞാനെന്താ വേറെ വെച്ചതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനത് നടു പൊട്ടിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഉള്ളൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതിന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇതിന് മുന്നേ സെർലാക്ക് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അണ്ടിപ്പരിപ്പ് അരച്ചപ്പോൾ അത് അരഞ്ഞു പോയിന്ന്, അതായത് പൊടിച്ചപ്പോൾ അരഞ്ഞു പോയിന്ന്. അപ്പോൾ ഇനി അഥവാ അബദ്ധം പറ്റുമോ എന്ന് പേടിച്ചിട്ടാട്ടോ അത് മാറ്റി വെച്ച് ലാസ്റ്റ് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പനങ്കൽക്കണ്ടം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് മധുരം നിന്നോട്ടെ എന്ന് എഴുതിയിട്ടാട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങളെ മക്കൾക്ക് മധുരം ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലയെന്ന് വെച്ചാൽ പിന്നെ നട്ട്സുകൾ മാത്രമായിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ആ ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അണ്ടിപ്പരിപ്പ് മാത്രം ഞാൻ ലാസ്റ്റായിട്ട് പൊടിച്ചെടുക്കുന്നത്. അല്ലാത്തവർക്ക് എല്ലാവരും ഡയറക്റ്റ് പൊടിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞാനതൊന്ന് ഒരു വട്ടം അബദ്ധം പറ്റിയതുകൊണ്ട് മാത്രം ലാസ്റ്റ് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഫൈനലി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. നല്ല ഫൈനായിട്ടാട്ടോ പൊടിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്കിനി നേരെ ഒരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ. പരമാവധി ഇതിൽ നമ്മൾ കൈയൊന്നും ഇടാതെ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളിത് എടുത്ത് വയ്ക്കുന്നതല്ല, എടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ചല്ലേ മക്കൾക്ക് കൊടുക്കുകയുള്ളൂ. ഒരു ബൗളിലാക്കി എടുത്ത് വയ്ക്കുമ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയൊന്നും ഇടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ബാക്കി വന്ന് അതും കൂടെ നമ്മൾ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതും നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത് അണ്ടിപ്പരിപ്പാണ്. അത് ഞാൻ ലാസ്റ്റ് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടോ പൊടിച്ചെടുക്കുന്നത്. കാരണം എന്താവും എന്നറിയില്ല, ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം കേട്ടോ ഇപ്പോൾ സെപ്പറേറ്റ് പൊടിച്ചെടുക്കുന്നത്. എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പ് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടോ. അപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ നല്ല സൂപ്പറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇളം ചൂടോടെ തന്നെ പൊടിക്കാൻ നോക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം പൊടിക്കാതിരിക്കുക. എനിക്ക് പറ്റിയ അബദ്ധം അതായിരുന്നു. ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷമായിരുന്നു ഇതിന് മുന്നേ പൊടിച്ചത്. അപ്പോൾ ആ ഇളം ചൂടോട് കൂടി പൊടിക്കുക, നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സെർലാക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള സെർലാക്ക് കേട്ടോ. അപ്പോൾ അത് നേരെ നമുക്കിത് നല്ല വൃത്തിയുള്ളൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നല്ല തുടച്ച് വൃത്തിയാക്കി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് കേട്ടോ മാറ്റുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ അത് അടച്ച് വെക്കണം കേട്ടോ. കാരണം കാറ്റൊന്നും കയറി അത് പോപ്പ് പിടിക്കുകയൊന്നും ചെയ്യരുത്. മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അടച്ച് വയ്ക്കുക. അപ്പോൾ ഇനി നേരെ നമുക്കിത് കുറുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. സെർലാക്ക് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ ആട്ടോ എടുക്കുന്നത്. അത് കുറുക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അതേ എടുക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. പച്ചവെള്ളം ആട്ടോ ഒഴിക്കുന്നത്. അത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് അത് ഇളക്കി മിക്സ് ആക്കണം കേട്ടോ. ഇനി അത് നേരെ ഗ്യാസ് കത്തിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കി കൊടുക്കണം കേട്ടോ. നമ്മളിത് സിമ്മിലിട്ടിട്ട് വേണം നന്നായിട്ട് കുറുക്കാൻ. കാരണം പെട്ടെന്ന് കട്ടയാവുമോ എന്നല്ലേ ശ്രദ്ധിക്കണം. കാരണം അത് നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. പെട്ടെന്ന് കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ടയാകുമ്പോൾ മക്കൾക്ക് കഴിക്കാനൊക്കെ പ്രയാസമാകും. വളരെ തിന്നായിട്ടുള്ള രൂപത്തിലാകുമ്പോൾ മക്കൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ.
ഇപ്പോൾ ദേ നമ്മുടെ സെർലാക്ക് ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ അഡീഷണൽ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പനങ്കൽക്കണ്ട് ആഡ് ചെയ്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി അഡീഷണൽ മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്ര കുറഞ്ഞ അളവിൽ മധുരം കൊടുക്കുന്നതായിരിക്കും മക്കൾക്ക് നല്ലത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പനങ്കൽക്കണ്ടോ ശർക്കര ഇതൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ചെറിയ മധുരം ഉണ്ടാകുമ്പോൾ മക്കൾക്ക് കഴിക്കാനൊരു ഇഷ്ടമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാട്ടോ ചെറിയ മധുരം ചേർക്കുന്നത്. ഓൾറെഡി ചേർത്തതുകൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ദേ സെർലാക്ക് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതേ നേരെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇത് തണുത്തതിന് ശേഷം നേരെ മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സെർലാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.